കൂട്ടുകാരൊക്കെ മലയാളികൾ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. ഉണ്ട്. താമസിക്കുന്നത് പുറത്തല്ലേ? അപ്പാർട്ട്മെന്റ് എടുത്താണ്. അപ്പാർട്ട്മെന്റ്. ഈ ക്ലൈപ്പേതയുടെ ഹോസ്റ്റൽ അത്ര അങ്ങോട്ട് പോരെന്ന് തോന്നുന്നല്ലേ? എന്ന് വെച്ചാ പെട്ടെന്ന് കിട്ടാനും ഒക്കെ പാടാണ്. പ്രൈവസി ഇല്ല. ആ, ഇച്ചിരി പാടാ നമുക്ക്. ക്ലീൻ ഒന്നും അല്ല ഇവിടെ. ആ, നമുക്ക് പെട്ടെന്ന് വരുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പുറത്ത് അപ്പാർട്ട്മെന്റ്സിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഒക്കെ ക്ലീൻ ആണ്, നീറ്റ് ആണ്. റെന്റിന് കിട്ടും. ഈ പുതിയ ഹോസ്റ്റലുണ്ടല്ലോ, അവിടെ കിട്ടിയില്ലായിരുന്നല്ലേ? അവിടെ കിട്ടില്ല. അവിടെ ഇന്ത്യൻസിന് ഇപ്പൊ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത, ലോ ഫോളോ ചെയ്യാത്തതിന്റെ എന്തോ പ്രശ്നമാണ്. അത് ഇന്ത്യൻസ് മാത്രമായിരിക്കത്തില്ല, ഇന്റർനാഷണലിൽ നിന്നുള്ളവർക്ക് ആർക്കും കൊടുക്കുന്നില്ലായിരിക്കും. അത് എറോസ്മസുകാർക്ക് മാത്രമാണോ അത് കൂടുതലും പോകുന്നത്? എറാസ്മസിന്റെ സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്. പിന്നെ ലിമിറ്റഡ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെയും പുറത്താണ് താമസിക്കുന്നത് അതിന്റെ അർത്ഥം അല്ലേ? പേരും പുറത്താണ്. ഓക്കെ. ഡോമിലും ഉണ്ട്. ഇവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ റേസസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും നോട്ടം ഭാവമൊക്കെ കാണുമ്പോൾ ഒരു ഇത് തോന്നും. നോട്ടമല്ലേ, അല്ലാതെ നമ്മളോട് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പം നമ്മളെ അവോയ്ഡ് ചെയ്ത് സംസാരിക്കുന്നവരുണ്ട്. ഒരുപാട് പേരില്ല, കുറച്ച് പേര്. അത് ഭാഷ അറിയാൻ മേലാത്തോണ്ടല്ല അല്ലേ? ആഹാ. അപ്പൊ നിങ്ങൾ ലിത്വാനിയൻ ലാംഗ്വേജ് പഠിച്ചാൽ കുറെ കൂടെ റെഡി ആകുമോ? അത് ഏകദേശം എങ്കിലും കാണുമ്പോ ഇന്ത്യൻസ് ആണെന്ന് പറയുമ്പം ഇതുണ്ട്. അത് ഒന്നാമത്തെ കേസ്. ഞാനെപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വേറൊരു രാജ്യത്താണ് പോകുന്നത്, അപ്പോൾ അവിടെ ഒരാൾ അല്ല 2 പേരൊക്കെ ആയിട്ട് കടയിൽ പോകാവുള്ള ഒരു ഗ്രൂപ്പായിട്ട് പോകരുതെന്നൊക്കെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഭയങ്കര ഇതായിട്ട് പോകും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എല്ലാവരും. അപ്പോൾ അവർക്കതൊരു ഡിഫിക്കൽട്ടി. ഇപ്പം നമ്മുടെ നാട്ടിൽ വേറെ എവിടുന്നേലുള്ള ആളുകൾ ഗ്രൂപ്പായിട്ട് നടന്ന് നമ്മുടെ ഓപ്പോസിറ്റ് കൂടെ വരുന്നു, നമ്മളൊരാൾ, അപ്പം നാച്ചുറലി നമുക്ക് എന്തോ തോന്നും, ഒരു ചെറിയ ടെൻഷനോ പേടിയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ളൊരിതാകാം. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഫുഡൊക്കെ അഡാപ്റ്റ് ആയോ? കുക്കിംഗ് തന്നെയേ. നാട്ടിൽ നിന്ന് അറിയാമായിരുന്നു കുക്കിങ്? കുറച്ചൊക്കെ അറിയായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർ ശ്രദ്ധിക്കണം, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കുക്ക് ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അധികം എക്സ്പെൻസ് ആവത്തില്ല. കോമൺ കിച്ചൺ ആയിരിക്കാം, അല്ലെ ഫ്ലാറ്റ് ആയിരിക്കാം. നിങ്ങൾ തന്നെ കുക്ക് ചെയ്യുക, അത് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് പോവുക. വേറെ ആരും ഇത് നീറ്റ് ആക്കാനൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് സ്റ്റഡീസാണ്. അപ്പോൾ പാർട്ട് ടൈം അല്ല. പാർട്ട് ടൈം ചെയ്ത് നടക്കാൻ പോയാൽ എന്താ പറ്റുന്നതെന്നുള്ളത് പറഞ്ഞു. 3 സബ്ജക്റ്റ് ഫെയിലായ തിരിച്ച് പറഞ്ഞു വിടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിക്കാൻ വേണ്ടിയുള്ള സ്റ്റുഡൻസ് മാത്രം ദയവേത് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാര്യം നമുക്ക് സ്റ്റഡി പർപ്പസിനോട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. ഓക്കെ ആൽഫൻ. സോ അങ്ങനെയാണ്, നമുക്ക് ഇനിയും കാണാം കേട്ടോ.